ഇവിടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. കണ്ടോ, ഇപ്പോൾ ചൂടാണ്, നല്ല ചൂട് മാറിയിട്ടില്ല. ചൂടായതുകൊണ്ട് ഇളവി വരാൻ പാടാണ്. കൈകൊള്ളും. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. അതിനായി ഇവിടെ ഒരു ഗ്ലാസ്സിൽ തന്നെ അളന്നാൽ മതി. ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഒന്നര ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ തന്നെ ഞാൻ അളന്നെടുത്തിട്ടുണ്ട് 1.5 ഗ്ലാസ് മൈദ. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പഞ്ചസാര. 1.5 ഗ്ലാസ് മൈദയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്, ഇപ്പോൾ ഇത് മീഡിയം കറക്റ്റിനുള്ള ഒരു മധുരമാണ്. ചിലർക്ക് കൂടുതൽ വേണമായിരിക്കും, ഇപ്പോൾ ഈ മധുരം മതിയാവും. പക്ഷേ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ. അപ്പോൾ ഞാനിത് 1 ഗ്ലാസ് ആണ് ഇടുന്നത്. അതിനെ നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. ഈ പഞ്ചസാര അതിലേക്കൊരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ സ്പൂണിനളവിൽ അപ്പക്കാരയാണ്. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇടുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ല, അരിപ്പിലിട്ട് അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പുണ്ടെങ്കിൽ അരിച്ചെടുത്താലും മതി. എല്ലാം കൂടെ ഇട്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം അരിച്ചെടുത്താൽ എല്ലായിടത്തും മിക്സിങ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറെടുക്കാം. ഇനി ഇതിനായി വേണ്ടത്, നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് ഇതിനായി വേണ്ടത് എണ്ണയാണ്. അതിനായി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എണ്ണയെ എടുക്കുന്നുള്ളൂ. നെയ്യ് എടുക്കുന്നത് കൊണ്ട്. നിങ്ങൾക്ക് നെയ്യില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് വേണ്ട. എണ്ണ ഒരു 3/4 ഗ്ലാസ്സിന് തന്നെ എടുക്കണം. ഈ നമ്മൾ അളന്ന ഗ്ലാസ്സിൽ തന്നെയാണ്, മാവ് അളന്ന ഗ്ലാസ്സിൽ തന്നെയാണ് എല്ലാം അളന്നെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 3/4 ഗ്ലാസ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. മുട്ട ചേർക്കുന്നില്ല. മുട്ടയ്ക്ക് പകരമാണ് പാലെടുക്കുന്നത്. പിന്നെ ഞാൻ എണ്ണയ്ക്ക് പകരം കുറച്ച് എണ്ണയെ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ 5 ടേബിൾ സ്പൂൺ എണ്ണയെടുത്ത് ബാക്കി നെയ്യും കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യില്ലാത്തവർക്ക് എണ്ണ മാത്രം മതി. ബേക്കിംഗ് സോഡ ഇല്ലാത്തവർക്ക് ബേക്കിംഗ് സോഡ വേണ്ട. നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം വേണം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ഇഡ്ഡലി പാത്രം എടുക്കും. ഇവിടെ ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇതുപോലെ ഒരു വളയമാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഈ കലമെല്ലാം വയ്ക്കുന്ന ആ ഒരു വളയമുണ്ടല്ലോ, അത് ഇട്ടാലും മതി. എന്നിട്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കേക്ക് ഒഴിച്ച് വയ്ക്കുന്നത്. അതിനുവേണ്ടി ഒരു വെള്ള പേപ്പറാണ് ഞാനിപ്പോൾ ഒരു വെള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തേച്ച് നമുക്കിതിനകത്തേക്ക് വയ്ക്കാം. എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി വയ്ക്കാം. അത് പേപ്പർ തന്നെ ആയാലും മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ എണ്ണ എല്ലാം തടവി വെച്ചിട്ടുണ്ട്. പാത്രത്തിലും കൂടെ ശകലം എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറാണ് വേണ്ടത്. മിക്സിയുടെ ജാറിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയും പാലും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ട ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏലക്ക എടുത്തത്.
മുട്ട ഉണ്ടെങ്കിൽ എസൻസും കൂടെ വേണം. എൻ്റെ കയ്യിലിപ്പോൾ എസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏലക്ക എടുത്തത്. അതിലേക്ക് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. മിക്സിയിൽ വെച്ച് ഒരടി അടിക്കാം. ഇനി അതിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എണ്ണ 5 സ്പൂൺ എണ്ണയുണ്ട്, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഇടുകയാണ്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 1 സ്പൂണും കൂടെ ഇടുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് കൈ വെച്ചിട്ട് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പെട്ടെന്ന് ഇളകി വരാനൊക്കെ ഒരു പാടുണ്ടാവും. ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഈ ഇളക്കി എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഗ്യാസ് കത്തിച്ച് അത് വെക്കണം കേട്ടോ. ഇഡലി പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടി 5 മിനിറ്റ് ഗ്യാസ് കത്തിച്ചൊന്ന് വെക്കണം. ചൂടായിട്ട് നമുക്കിത് അടിച്ചെടുത്ത് ഒരുപാട് നേരം ഇത് വച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ അതിലേക്ക് വച്ച് കൊടുക്കണം. കട്ടിയായി തുടങ്ങി. അഥവാ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ശകലം കൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഇനി അടിച്ചെടുത്തിട്ട് വന്നാൽ അറിയാൻ പറ്റൂ. ഒരു കറക്കിയിട്ട് വരാം. ഒത്തിരി നേരം കറക്കരുത്. ഒരുപാട് നേരം നമുക്കിത് കറക്കിയാൽ അതിൻ്റെ പരുവം പോവും. ഒരു ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. ബാറ്ററി ഇതേ കണക്കായിരിക്കണം. ഒത്തിരി കട്ടിയാവാൻ പാടില്ല, ഒത്തിരി ലൂസും ആവാൻ പാടില്ല. ഈ കട്ടിക്ക് തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് അതിലേക്ക് ഗ്യാസ് കത്തിച്ച് അതൊന്ന് ചൂടാവണം. ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വയ്ക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ വലിയ പാത്രമായിപ്പോയി. ഞാൻ എന്നും ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ എടുത്തിട്ടാണ്. ഇന്നിപ്പോൾ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എയർ ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ചൂടായിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. ഒരു 1/2 മുക്കാൽ മണിക്കൂർ ഇരിക്കേണ്ടി വരും.
എന്നാലേ വേവുള്ളൂ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ, നമുക്കൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി ഒരു ഈക്കിൽ കൊണ്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും വെന്തോ ഇല്ലേ എന്ന്. അതിന് ശേഷം നമുക്ക് വെന്തിട്ടില്ല എങ്കിൽ 10 മിനിറ്റ് കൂടെ വയ്ക്കാം. അപ്പം നമുക്ക് ഒരമണിക്കൂർ ഇരിക്കട്ടെ. ഇവിടെ ഞാൻ തുറന്ന് നോക്കി വെന്തിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കാം. അതിലൊന്നും ഒട്ടിയിട്ടില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇളകി വന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഒരു സ്പൂണിൻ്റെ സൈഡ് കൊണ്ടോ ഒരു കത്തി കൊണ്ടോ സൈഡൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്.